ഹലോ, ഞങ്ങളിന്ന് ഒരു സ്റ്റേക്കേഷന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടോ, മൂന്നാറാണ്. അപ്പോൾ എൻട്രിയിൽ നമുക്ക് ഈ ഒരു ഓറഞ്ച് ജ്യൂസും പിന്നെ കുറച്ച് സ്നാക്സും ഒക്കെ തന്നു കേട്ടോ. നിങ്ങൾ ഒരു വൺ ഡേ ഒക്കെ നിങ്ങൾക്ക് മാറി നിൽക്കാം, ഭയങ്കര തിരക്കൊക്കെ ഇല്ലാണ്ട് മാറി നിന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി പ്ലേസാണ് ഈ ഒരു പ്ലേസ് ആയിട്ട്. നിങ്ങൾക്ക് മൂന്നാർ പോകുമ്പോൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യാം. നല്ല ഭംഗിയാണ്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് സ്നാക്സും ജ്യൂസും ഒക്കെ തന്നിരുന്നു. പിന്നെ റൂമിൽ നമുക്ക് ഇങ്ങനെ അവൈലബിലിറ്റി ഉണ്ട്. അത് വേണമെങ്കിൽ അത് എക്സ്ട്രാ പൈസ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റൂം ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഫുള്ളായിട്ടുള്ള റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡാണ്. 4 പേർക്കൊക്കെ എടുക്കാം. പക്ഷേ ഞങ്ങൾ 4 പേരാണ് പോയിണ്ടായിരുന്നത്. പക്ഷേ തിങ്ങിക്കൂടി കിടക്കാന്ന് വെച്ചിട്ട് ഞങ്ങളൊരു എക്സ്ട്രാ ബെഡും കൂടി പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അതേ ഇവരുടെ ബാൽക്കണിയുടെ വ്യൂ ആണ്. ഫുള്ളായിട്ട് ഇങ്ങനെ നല്ല മരങ്ങളും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വീണ്ടും പോകണമെന്ന് ഒരു വീണ്ടും വീണ്ടും പോകണം എന്നുള്ളൊരു ഇത് വന്നത്. നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ പോകുമ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് പോകണ്ടെന്നല്ലേ നമ്മൾ തീരുമാനിക്കാം. പക്ഷേ ഇത് എനിക്ക് വീണ്ടും പോകണം എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേ ഏരിയ ആണ്. കുട്ടികൾക്ക് മെയിനായിട്ടും കളിക്കണം. ആ ഒരു പ്ലേ ഏരിയയുടെ ആ ഒരു ഇത് കണ്ടോ നിങ്ങൾ? അത്രയും വൈഡായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ കളിക്കാനൊക്കെ. അതുകൊണ്ട് ഒട്ടും ബോറിംഗ് അല്ലായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ ആയാലും സൂപ്പറാണ് കേട്ടോ. നമുക്ക് ഒട്ടും തന്നെ ബോറടിക്കില്ല. ഭയങ്കരമായിട്ട് ചില്ലിങ് ആണ് കണ്ടോ. ഞാനിപ്പോൾ പുറത്തെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഈ ഒരു വെക്കേഷന്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ മസ്റ്റായിട്ടും കൊണ്ടുപോകാം കേട്ടോ. കുറേ ഗെയിംസുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറേ പുതിയ ഗെയിംസ് ഉണ്ട്. എനിക്ക് ചില ഗെയിംസ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഇതൊക്കെ എന്താ സംഭവം എന്ന് പോലും എനിക്ക് ഈ ഒരു സംഭവം എന്താണെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നമുക്ക് ഗൈഡ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര കളിയിലായിരുന്നു. പിന്നെ നമുക്ക് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ, ഇവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ പാക്കേജിൽ ഇവിടുത്തെ ഡിന്നറും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും എടുത്തിരുന്നു. അപ്പം ലഞ്ച് ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പം സ്നാക്സും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. മുകളിലാണ് നിൽക്കുമ്പോൾ ഫുൾ വ്യൂ സൂപ്പറാണ്. അപ്പം ഞാൻ ഒന്നും കൂടി വ്യൂ കാണിച്ചു തരട്ടെ. ഇത് ഞാനൊരു റീൽസിന് വേണ്ടി എടുത്തതാണ്. അപ്പം ഞാനത് ജസ്റ്റ് പോസ്റ്റ് ചെയ്തേന്നുള്ളൂ. അത്രയും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വീഡിയോ എടുത്തൊക്കെ തരാനും ഇവിടുത്തെ ഗൈഡ് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 പേരെ ഹസ്ബൻഡിനെ എന്നെ നിർത്തിയിട്ട് നിങ്ങൾ ഫോട്ടോ എടുക്കാനും ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞാൽ. ഞങ്ങളെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരായിരുന്നു. അടിപൊളി ആളായിരുന്നു കേട്ടോ. ഇതൊക്കെ എടുത്തുന്ന ഷോർട്സാണ്. അത് കഴിഞ്ഞിട്ട് 4 മണിയൊക്കെ ആയി. 4 മണിയായപ്പോൾ നല്ല അടിപൊളി എന്താ പറയുക, മുളക് ബജ്ജി, പിന്നെ ബട്ടർ ബിസ്ക്കറ്റ്, ചായ, കാപ്പി ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. മുളക് ബജ്ജി മാത്രമല്ല ഉള്ളി ബജ്ജി അങ്ങനത്തെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്നാക്സ് ഐറ്റംസ് സൂപ്പറാണ്. എനിക്ക് ഇങ്ങനത്തെ പ്രത്യേകിച്ച് മുളക് ബജ്ജി പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ളതും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫുഡ് ഇവിടുത്തെ ഒരു രക്ഷയില്ല. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനൊരു ബട്ടർ ബിസ്ക്കറ്റ് കൊടുത്തു. അതും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവരുടെ പാക്കേജിലുള്ളതാണ്. ഡിന്നർ പിന്നെ 4 മണിക്ക് എല്ലാവർക്കും അവിടെ സ്നാക്സ് ഉണ്ട്. ചില സ്ഥലത്തൊന്നും സ്നാക്സ് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ സ്നാക്സ് ഉണ്ട് കേട്ടോ. പിന്നെ യാതൊരു വിധ കൺട്രോളും ഇല്ല. നമുക്ക് തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഇൻഫിനിറ്റി പൂളാണ്. ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു റിസോർട്ട് സെലക്ട് ചെയ്യാൻ തന്നെ കാരണം കേട്ടോ. ഇവരുടെ ഈ ഒരു പൂള് കണ്ടപ്പോൾ അതിൽ വീണു ഞങ്ങൾ. എന്നുവെച്ചാൽ കുട്ടികൾ കൂടെ പോകുമ്പോൾ എന്തായാലും അവർ പൂൾ എന്തായാലും വേണമെന്ന് പറയാം. അപ്പോൾ ഇവരുടെ പൂളും ആ ഒരു ബാക്കിലത്തെ ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഭംഗി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാം. എല്ലാവരും നല്ല പിന്നെ അധികം റഷൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പോയ ടൈമിൽ. അപ്പം ഞങ്ങൾ 4 പേര് മാത്രമായിരുന്നു. ശരിക്കും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു കേട്ടോ. ആ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഈ ഒരു ഇൻഫിനിറ്റി പൂള് കാരണമാണ് ഞങ്ങളിത് ബുക്ക് ചെയ്തത് തന്നെ. അപ്പം അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഡിന്നറിന് മുന്നേ കുറേ കളിക്കാനും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കളിച്ചു. ഇതൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. പിന്നെ മെയിനായിട്ടും ഫുഡ് ഡിന്നർ എൻ്റെ അമ്മ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് സ്റ്റാർട്ടർ തൊട്ട് സൂപ്പ് തൊട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കഴിച്ച് അത്രയും ഞങ്ങളൊരു 7 o'clockനാണ് ഈ ഒരു ഭക്ഷണം കഴിക്കാൻ കയറിയത്. ഞങ്ങൾ ഇറങ്ങിയത് ഒരു 10 മണിക്കായിരുന്നു തോന്നുന്നു കേട്ടോ. അത്രയും അടിപൊളിയായിരുന്നു. പതുക്കെ ഓരോന്ന് ട്രൈ ചെയ്ത് പിന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് സാലഡ്സിൻ്റെ
വൈഡ് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. സാലഡ്സൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും നല്ല സാലഡ്സൊക്കെ ശരിക്കും ഈ ഒരു ഇതിൽ കഴിക്കുന്നത്. നമുക്ക് ഡിന്നർ പാക്കേജിൽ വരുന്നതിൽ കഴിക്കുന്ന റോളും അതുപോലെ തന്നെ സ്വീറ്റ്സിലും കുറേ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ക്യാരറ്റ്, ഇത് പിന്നെ ബിരിയാണി, അങ്ങനെ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ അവൈലബിൾ ആയിരുന്നു. ചിക്കൻ്റെ സംതിങ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി സ്വീറ്റ്സിൽ കേക്ക്സൊക്കെ നിറയെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പിന്നെ പായസം ഉണ്ടായിരുന്നു. അങ്ങനെ ജ്യൂസസ് വേണമെങ്കിൽ ജ്യൂസസിൻ്റെ ഒരു വൈഡ് വെറൈറ്റി. കേക്ക്സൊക്കെ കണ്ടോ, ഇങ്ങനെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ലാവിഷായിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ രാത്രിയിൽ അതൊക്കെ കഴിച്ച് ജസ്റ്റ് അടിയിലേക്കൊക്കെ വന്ന് പിന്നെ ജസ്റ്റ് കുറച്ച് പേരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കുറേ ഗെയിംസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. ഞങ്ങൾ പിന്നെ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ അടിയിൽ വന്നിട്ട് ജസ്റ്റ് ബുക്സൊക്കെ റീഡ് ചെയ്ത് വെറുതെ പിള്ളേരൊക്കെ ആയിട്ട് സംസാരിച്ച് എന്തായാലും വന്ന സ്ഥിതിക്ക് കുറച്ച് ഇവിടെ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള പറ്റിയ ബുക്സും ഒക്കെ കുട്ടികൾ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പ്ലസ് നമുക്കും ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ, തകർപ്പനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഡിന്നർ ഉള്ള പാക്കേജ് ബുക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. ഡിന്നർ ഒരിക്കലും മിസ്സാക്കരുത്. പിന്നെ ഓൾറെഡി നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും അവൈലബിൾ ആയിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ. നോർമൽ ബ്രെഡ്, അതുപോലെ തന്നെ ബട്ടർ, ജാം, ഹണി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇഡ്ഡലി, ദോശ, പൂരി, ഭട്ടൂര, എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിരുന്നു കേട്ടോ. മോർണിംഗ് ആയാലും പിന്നെ പുട്ട്, കടല, കോൺഫ്ലെക്സ്, എഗ്ഗ് എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു പ്ലേസാണ്. എനിക്ക് വീണ്ടും ഇവിടെ പോയാൽ കൊള്ളാമെന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര അധികം മൂന്നാർ എത്തും വേണ്ട, നമുക്ക് പെട്ടെന്ന് റീച്ച് ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് ഒരു സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇതാണ് കേട്ടോ. ഡോണറ്റ്സും കേക്ക്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ കുട്ടികൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഈ ഒരു റിസോർട്ട് വന്നിട്ട്, റിസോർട്ടിൻ്റെ നെയിം വന്നിട്ട് എലിഫൻറ്റ് പാസേജ് എന്നാണ്. മൂന്നാർ എത്തണ്ട കേട്ടോ. അപ്പം മസ്റ്റായിട്ടും ട്രൈ